കേരളത്തിന്റെ ടൈറ്റാനിക് കാണാതെയായിട്ട് 45 വർഷങ്ങൾ. കേരളത്തിന്റെ ആദ്യത്തെ ചരക്ക് കപ്പൽ MV കൈരളി അറബിക്കടലിന്റെ കാണാക്കയങ്ങളിൽ അപ്രത്യക്ഷമായിട്ട് 45 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 100 Days 100 Stories Day 25. 1979 ജൂൺ 30 ഗോവ തുറമുഖത്ത് നിന്നും 20,538 ടൺ ഇരുമ്പയിരുമായി ജർമ്മനിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് കേരളത്തിന്റെ അഭിമാനമായ MV കൈരളി. 70കളുടെ അവസാനത്തിൽ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തുറമുഖങ്ങളിൽ അവരുടെ സ്വന്തം കപ്പലുകൾ നിരന്നപ്പോൾ കേരളത്തിന് എടുത്തു കാണിക്കാനായി ആകെ ഉണ്ടായിരുന്നത് MV കൈരളി മാത്രമായിരുന്നു. 79 ജൂൺ 30 അന്നൊരു നേർത്ത മഴയുള്ള ദിവസമായിരുന്നു. ഗോവൻ തുറമുഖത്ത് ഒരു തർക്കം അരങ്ങേറുകയാണ്. ക്യാപ്റ്റൻ മര്യാദാസും ലെയ്സൺ ഓഫീസറും തമ്മിൽ. റഡാർ കേടായതുകൊണ്ട് അന്ന് കപ്പലെടുക്കാനാവില്ലെന്ന് ക്യാപ്റ്റൻ അറിയിച്ചെങ്കിലും ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി അന്ന് തന്നെ അവർ ആ കപ്പലെടുത്തു. 4 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 3-ാം തീയതി കൈരളിയിൽ നിന്നും അവസാന സന്ദേശം ലഭിച്ചു. അതിനുശേഷം ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും അയാളുടെ കുഞ്ഞും ഭാര്യയും അടക്കം 51 പേരടങ്ങിയ കപ്പലിനെ കുറിച്ച് പിന്നെ ആരും ഒന്നും കേട്ടിട്ടില്ല. അനുവദനീയമായതിലും ഭാരം കയറ്റിയ കൈരളി അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ മുങ്ങിപ്പോയെന്നും അല്ല അന്ന് പ്രബലമായിരുന്ന കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്ത് രൂപമാറ്റം വരുത്തിയതാണ് എന്നുമുള്ള വാദങ്ങൾ പലയിടങ്ങളിൽ നിന്നായി വന്നു. ഒടുവിൽ ഗോവയിൽ നിന്നും 500 മൈൽ അകലെ അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ കൈരളി ആണ്ടുപോയെന്ന് നേവി റിപ്പോർട്ട് വിധിച്ചു. എങ്കിലും അന്ന് കടക്കണിയിലായിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷനെ ഭീമമായ ഒരു ഇൻഷുറൻസ് തുകയിലൂടെ കൈപിടിച്ച് കയറ്റിയത് കൊണ്ട് കൈരളിയെ ദുരൂഹതയുടെ കാണാക്കയങ്ങളിൽ മുക്കിത്താഴ്ത്താൻ സർക്കാരും വ്യഗ്രത കാണിച്ചു. ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇത്രയും വലിയൊരു കപ്പൽ, 51 ജീവനുകൾ, 45-ലധികം വർഷങ്ങൾ, ഉത്തരമില്ലാതെ തുടരുന്ന MV കൈരളി എന്ന ദുരൂഹത.